വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ സത്യഭാമയും പൊന്നിയും കൂടി ഇങ്ങനെ രാഘവന്നാരെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ രാത്രി ഇങ്ങനെ ഇറങ്ങി പോക്ക് സ്ഥിരമായല്ലോ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാത്തതിന് സത്യഭാമയുടെ വഴക്ക് ഓടിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത്. രാഘവ സാറിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. അന്നേരം എന്ത് പറഞ്ഞിട്ട് എന്താ, ഇനിയിപ്പോൾ രാത്രി കൂടി പിള്ളയെ ഇവിടെ നിർത്താം, അയാളും കൂടി ഉറക്കമൊഴിച്ചിരിക്കട്ടെ, അല്ലാതെ ഇനിയിപ്പോൾ ഇറങ്ങിപ്പോക്ക് സ്ഥിരമാക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യേണ്ടതറിയാം, മുറി പിടിച്ച് ഞാൻ പൂട്ടിയിടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ശിവനെ ഇനിയിപ്പോൾ എവിടെ പോയി കണ്ടുപിടിക്കാനാണെന്ന് പറയുമ്പോൾ ശിവനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നേരം ആ ഒരു ആശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും പക്ഷേ കാണുന്നില്ലല്ലോ, കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിളിക്കും എന്ന് പറയുകയാണ്. ഞാൻ കുറച്ചുകൂടി കാക്കാം, എന്നിട്ട് നമുക്ക് വിളിക്കാമെന്നിങ്ങനെ പൊന്നി പറഞ്ഞയക്കുന്നുണ്ട്. ഈ സമയത്ത് പിള്ളയാണെങ്കിൽ ഇവിടെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്, കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞു. അതേസമയത്ത് ശിവനാണെങ്കിൽ രാഘവനാരെയും കൊണ്ട് എത്തുന്നുണ്ട്. നേരെ ശിവനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ രാഘവനാരോട് പറയുമ്പോൾ, നീ ഇവിടേക്കാണ് എന്നെ കൂട്ടുകൊണ്ട് വന്നത്, ജയിലാണ്, എനിക്കിവിടെ നിൽക്കേണ്ട, നിൻ്റെ മക്കളുടെ കൂടെ അടുത്ത് നിന്നാൽ മതി എന്ന് പറയുമ്പോൾ പിള്ള പിടിക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ വയ്യാത്ത കൈ കൊണ്ട് താനിങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ സത്യഭാമയും പൊന്നും കൂടി വരികയാണ്. അന്നേരം ദേ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ ഇങ്ങോട്ടത്തേക്ക് ഇറങ്ങില്ല എന്ന് പറയുമ്പോൾ, അച്ഛൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അച്ഛൻ ഇറങ്ങുക എന്ന് പറയുകയാണ്. അന്നേരം എന്നെ വിശ്വാസം ഇല്ലേ ചോദിക്കുകയാണ്. അന്നേരം നിന്നെ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. തുടർന്ന് രാഘവനാരെ ശിവൻ തന്നെ പിടിച്ചിറക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഞാൻ അകത്തേക്കൊക്കെ കയറാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ, അച്ഛൻ എന്താണ് ഞാൻ ചെയ്തു തരേണ്ടതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ രാഘവൻ നായർ പറയുകയാണ്, ഭാമ അടിച്ചിറക്കിയ ശാലിനിയെ, നിൻ്റെ ഭാര്യയും കുട്ടികളെ നാളെ തന്നെ വിളിച്ചുകൊണ്ട് വരണം, എന്താ സമ്മതമാണോ, പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ശിവനിങ്ങനെ സത്യഭാമയെ നോക്കുകയാണ്. അന്നേരം നീ എന്തുവാടാ നോക്കുന്നത്, ഇത് എൻ്റെ വീടാണ്, ഞാൻ പറയുന്ന പോലെ ഇവിടെ നടക്കുകയുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ അകത്തേക്ക് കയറുന്നുള്ളൂ എന്ന് പറയുമ്പോൾ, അതൊക്കെ ശരിയാകും, ഇപ്പം അച്ഛൻ അകത്തേക്ക് കയറുക, അമ്മ ഒന്നും പറയില്ല എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ അനുസരിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ഭാമ പക്ഷേ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. അന്നേരമാണെങ്കിൽ ശിവൻ പറയുന്നുണ്ട്, സത്യഭാമ ഇപ്പോൾ ഒന്നും പറയണ്ട, ഒന്ന് ക്ഷമിക്ക്, പിന്നെ വിഷമം കൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിന് മുന്നേ രാഘവൻ നായർ പറയുന്നുണ്ട്, നീ ശാലിനിയുടെ മക്കളുടെ അടുത്തേക്ക് ചെല്ലുക, അവിടെ ആരും ഇല്ലാത്തതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കയറി പോകുന്നതൊക്കെ. അന്നേരം ഭാമയും ശിവൻ പറയുന്നത് കേട്ടിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഗോപാലകൃഷ്ണനെ ഡോക്ടർ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയുടെ കാര്യത്തിൽ നല്ല പുരോഗതിയുണ്ട്, അത് ശാലിനിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. രണ്ടാമത് കുഞ്ഞിനെ കാണണമെന്ന് പറയുമ്പോൾ മറ്റൊരു കുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചില്ല, അത് ശാലിനിയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ പ്രവൃത്തിയെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അത് സ്വന്തം കുഞ്ഞിനെ അല്ലല്ലോ കാണിച്ചത്, ശാലിനിയോട് ചെയ്യുന്ന ചതിയല്ലേ ചെയ്തതെന്ന് പറയുമ്പോൾ, എന്തായാലും നമ്മൾ റിസൾട്ട് പോസിറ്റീവ് അല്ലേ, നമ്മൾ നല്ലൊരു ഉദ്ദേശം കണക്കാക്കിയല്ലേ ചെയ്തത്, അതുകൊണ്ട് അതിനെ അങ്ങനെ കണ്ടാൽ മതി, അസുഖത്തിന് മെഡിസിൻ അല്ലേ വേണ്ടത്, അത് ഇതുപോലൊരു മെഡിസിനായിട്ട് കണക്കാക്കിയാൽ മതി, തുടർച്ചയായി നല്ല ഇനി പരിചരണം നൽകിയാൽ ശാരീരിക ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നൊക്കെ പറയുമ്പോൾ ബാലകൃഷ്ണൻ പിന്നീടൊന്നും പറയുന്നില്ല. അതിനുശേഷം ഹോസ്പിറ്റൽ മുറി തന്നെയാണ്. ചാരിയേക്ക് ഇങ്ങനെ കഞ്ഞി പാത്രത്തിലെടുത്ത് ഗോപാലകൃഷ്ണൻ കൊടുക്കുന്നുണ്ട്. അന്നേരം ആച്ചാ എനിക്ക് മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അത്യാവശ്യം മോളെ എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ കഴിയുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം, ആദ്യം ഇത് കഴിക്കുക എന്ന് പറയുകയാണ്. മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ, അന്നേരം ആദ്യം മോളെ കാണിക്കുക, പിന്നീട് കഴിക്കാം എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണന് പിന്നെ നിവർത്തിയില്ല. അന്നേരം അത് കഞ്ഞി ആ ബെഡിലേക്ക് വെച്ചിട്ട് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ശാരി ഇങ്ങനെ ആകെ വിഷമിച്ചാണ്. ശാരിയുടെ കയ്യിലെ ബാൻഡേജ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തനി എഴുന്നേറ്റ് കട്ടിൽ നന്നായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം അവിടെ ആ ശിവൻ്റെ ഒരു വാടക വീട്ടിൽ ചന്ദ്രയാണെങ്കിൽ അവിടെ അടുക്കളയിൽ ചായ ഉണ്ടാക്കുകയാണ്. അന്നേരം റാണി ഓടിക്കൊണ്ട് വരുന്നുണ്ട്, കട്ടൻ ചായയാണോ, പാലില്ലേ, ശാലിനി ചേച്ചിയും കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം ശിവേട്ടൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, അപ്പോൾ തൽക്കാലം നമുക്ക് കട്ടൻ ചായ എടുക്കാം, പിന്നീട് പാൽ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ചായയായിട്ട് പിന്നെ റാണിയാണ് വരുന്നത്. അന്നേരം ശാലിനി ആണെങ്കിൽ കുട്ടികളെ ഇരുത്തി അവിടെ സിറ്റ് ഔട്ടിലിരുന്ന് പഠിപ്പിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് പഠിച്ച് എന്നൊക്കെ പറയുകയാണ്. അന്നേരം കട്ടൻ ചായ റെഡി എന്ന് പറഞ്ഞിട്ട് റാണി കൊണ്ടുവയ്ക്കുന്നുണ്ട്. ശാലിനി ചേച്ചി കട്ടൻ കുടിക്കുമല്ലോ, പാലില്ല എന്ന് പറയുകയാണ്. അന്നേരം കുഴപ്പമൊന്നുമില്ല, കുട്ടികളും കുടിക്കും, അവർക്കും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ സത്യ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവരിങ്ങനെ പെട്ടെന്ന് എഴുതാനൊക്കെ പറയുകയാണ്. അന്നേരം പപ്പി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ പപ്പി ആലോചിച്ചിരിക്കുന്നത്, കാര്യമായിട്ട് എന്തോ ആലോചിച്ച് കൂട്ടുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം പപ്പി ഇങ്ങനെ ആകെ വിഷമിച്ച് വരികയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ ഇനി തിരിച്ചു വരില്ല അല്ലേ, വിഷ്ണു അച്ഛനെ നമുക്കിനി കാണാൻ പറ്റില്ല അല്ലേ എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് ഇരിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ആ ഒരു വിഷയം ഒന്ന് മാറ്റാൻ നിന്നോണം ചന്ദ്ര പറയുന്നുണ്ട്, അതെ പെട്ടെന്ന് ചായ കുടിച്ച് എന്നിട്ട് സ്കൂളിൽ പോകാനുള്ളതല്ലേ, അല്ലെങ്കിൽ താമസിക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് സത്യം പറയുന്നുണ്ട്, ആ ശരിയാണ്, നമുക്ക് പെട്ടെന്നാവട്ടെ, ചായ കുടിക്കും പപ്പി, നമുക്ക് സ്കൂളിൽ പോകണ്ടേ, അല്ലെങ്കിൽ താമസിക്കുമെന്ന് പറയുമ്പോൾ ആ വിഷയം അങ്ങ് മാറിയിട്ട് പപ്പിയാണെങ്കിൽ എടുത്ത് ചായ കുടിക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ചെറിയൊരു ആശ്വാസമാവുന്നുണ്ട്. ഈ സമയത്ത് ശിവനാണെങ്കിൽ ബുള്ളറ്റിലെത്തുന്നുണ്ട്, കൈ നിറച്ച് കവറിൽ സാധനമൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് ആ സാധനം കൊണ്ടുവന്ന് റാണിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേർക്കും ചോക്ലേറ്റ് കൊടുക്കും, ഇതാ നിങ്ങൾക്കുള്ള ചോക്ലേറ്റ് എന്ന്. അന്നേരം രാവിലെ ചോക്ലേറ്റ് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ, കുട്ടികളല്ലേ ശാലിനി കഴിക്കട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് ഉപ്പ് തൊട്ട്
കർപ്പൂരം വരെയുള്ള എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ട്. പാല് 1 ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇനി വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വാങ്ങിക്കണം, സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് ചായ കുടിക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നുമില്ല ശാലിനി, നിനക്കൊരു സന്തോഷമല്ലേ എന്ന് പറയുമ്പോൾ അല്ലാതെ പിന്നെ എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും കളക്ടർ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറയാമല്ലോ എന്നിങ്ങനെ റാണിയും പറയുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ ഈ സാധനങ്ങൾ ആദ്യം എല്ലാം ഒന്ന് എടുത്തു വെച്ച് നോക്കണം. ഉപ്പ് പിന്നെ ഇതുവരെ അടുക്കളയിൽ കയറാത്ത ഞാനാണ് സാധനം വാങ്ങിച്ചു വരുന്നത്, എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കണമെന്നിങ്ങനെ ശിവൻ പറയുകയാണ്. അന്നേരം 1-2 ദിവസത്തിനകം നമുക്കൊരു വീട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ ശിവ എന്നിങ്ങനെ ശാലിനി ചോദിക്കും. അതൊക്കെ നമുക്ക് ശരിയാക്കാം, ഇതൊക്കെ നോക്ക് എന്നിങ്ങനെ പറഞ്ഞ് അവിടത്തേക്ക് ഇരിക്കുകയാണ്. അവരങ്ങനെ സംസാരിച്ചും പറഞ്ഞിരിക്കുന്ന സമയത്ത് പ്രകാശാണെങ്കിൽ കാറിലെത്തുന്നുണ്ട്. അന്നേരം പ്രകാശം കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ സന്തോഷമാകുന്നുണ്ട്. ദേ നിൻ്റെ പ്രകാശം എത്തിയിടി എന്നിങ്ങനെ ശിവൻ പറയുകയാണ്. അന്നേരം ഓടി വന്ന് പിന്നെ ശിവന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയുടെ കാലിലൊക്കെ തൊട്ട് ഒഴുകുകയാണ്. അന്നേരം എന്താടാ ഇതെന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. ചായ എടുക്കാമെന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വേണ്ട ഞാൻ എടുത്തോളാം ചായ എന്ന് പറഞ്ഞിട്ട് റാണി അകത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മിണ്ടാനും പറയാനോ കാണില്ലേ എന്ന് പറയുകയാണ്. അതൊന്ന് പ്രകാശം അങ്ങോട്ടത്തേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം മധുരയിലെ കാര്യങ്ങൾ എന്തായെന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അത് പറയാനാണ് വന്നത്, ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, ഫുള്ളി ഫർണിഷ്ഡാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രയെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് ശിവൻ ചോദിക്കുമ്പോൾ അതെ അതിനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ചന്ദ്രയാണെങ്കിൽ പ്രകാശിനെ കൈ പിടിച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ പ്രകാശിനെ കൈ പിടിച്ച് വെളിയിലേക്ക് പോയി നിന്നങ്ങ് സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിങ്ങനെ ശിവൻ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം അവളുടെ സന്തോഷം കണ്ടില്ലേ, ഇനിയാണ് അവൾക്ക് ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടാൻ പോകുന്നതെന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി മുതൽ ചന്ദ്ര ഇവിടെ ഇല്ലല്ലേ, മധുരയിലായിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ അതെ അങ്ങനെ തന്നെയെന്ന് ശിവൻ പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്കൊരു ചെറിയൊരു വിഷമമല്ല, അവിടെ ചന്ദ്രയും കൂടി ഉള്ളത് കൊണ്ടാണല്ലോ ശാലിനി കുട്ടികളെയും കൂട്ടി നിൽക്കാനായിട്ട് വന്നത്. ഇനിയിപ്പോൾ ശിവൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ശാലിനിയുടെ മുഖത്തത് ശാലിനി അങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതിനുശേഷം ഗോപാലകൃഷ്ണനാണെങ്കിൽ കമലിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നാണ് ഗോപാലകൃഷ്ണൻ വിളിക്കുന്നത്. കമല ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ പറയുകയാണ്. ആ ഒരു സംഭാഷണം എന്താണെന്ന് കാണിക്കുന്നില്ല. പക്ഷേ കമലിന് ഇഷ്ടമില്ലാത്ത രീതിക്കാണ് കേൾക്കുന്നത്. അവസാനം ആ ശരി എന്ന് പറഞ്ഞിട്ട് കമല ഫോൺ വയ്ക്കുന്നുണ്ട്. അതേസമയം രാഘവൻ നായരാണെങ്കിൽ ഒരു ഓട്ടോയിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശ്യാമ ഇത് ജനലിൽ കൂടി കാണുന്നുണ്ട്. ഇതിപ്പോൾ ആരെ തിരക്കിയുള്ള വരവാണോ എന്തോ പറഞ്ഞുകൊണ്ട് ശ്യാമ ചെല്ലുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ അച്ഛനും പിന്നെ മരുമകളെയും കുട്ടികളെയും തിരക്കിയുള്ള വരവായിരിക്കുമല്ലേ എന്നിങ്ങനെ ശ്യാമ കളിയാക്കിയാണ് സംസാരിക്കുന്നത്. രാഘവൻ നായർക്ക് അത് ആദ്യം മനസ്സിലാവുന്നില്ല. അന്നേരം ആദ്യം മോളെ പിന്നെ അവരെ ഒന്ന് വിളിച്ചെന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ വിളിക്കാമെന്ന് പറയുകയാണ്. അന്നേരം അത്രയ്ക്ക് വിഷമമുള്ള ആളാണെങ്കിൽ എന്തിനാ ഇറക്കി വിട്ടതെന്ന് എന്നിട്ട് ഇങ്ങനെ തിരക്കി നടക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് ഭാമയുടെ ദേഷ്യവും വാശിയൊക്കെ അറിയാമല്ലോ. അന്നേരം അതിപ്പോൾ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഭാര്യയാണെങ്കിൽ മരുമകളെയും കുട്ടികളെ ഇറക്കി വിടുന്നു, അതിനുശേഷം ഭാര്യ അറിയാതെ ഭർത്താവ് വിളിക്കാൻ നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അവരെ കാണാഞ്ഞുകൊണ്ട് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, അവരെ വിളിക്കുമെന്ന് പറയുകയാണ്. അന്നേരം വന്നിട്ട് 2 പോലെ കണ്ണടയ്ക്കാമെന്നൊക്കെ ശ്യാമ കളിയാക്കുമ്പോൾ നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ അവരെ വിളിച്ചുകൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാണ്, വേറെ വാടക വീട് എടുത്തിട്ടുണ്ടോ, എന്തായാലും കളക്ടർ കൊച്ചമ്മയെ സത്യാമ്മ എന്തായാലും അവിടേക്ക് വീട്ടിലേക്ക് കയറ്റരുതെന്നാണ്, പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നീ അവരെ വിളിക്കുമെന്ന് പറയുക, നീ വിഷ്ണുവിനെ വിളിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഭൂമിയിലില്ലാത്തവരെയൊക്കെ ഞാനിപ്പോൾ വിളിച്ചു വരുത്തണമല്ലോ, ചുമ്മാ അല്ലേ ഇയാൾക്ക് വട്ടാണെന്ന് പറയുന്നതെന്നൊക്കെ ഇനി ശ്യാമ പതിയെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ നീ വിളിക്കുമെന്ന് പറയുകയാണ്. അന്നേരം രോഹിത്താണെങ്കിൽ ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ അച്ഛനെ ഇവിടെ തന്നെ ഇരുത്തിയാൻ ചോദിക്കുക. അന്നേരം ആ തിണ്ണയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം മരുമകളെയും കുട്ടികളെ അന്വേഷിച്ച് ക്ഷീണിച്ച് വന്നതല്ലേ, അപ്പോൾ വയറു നിറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വിളിക്കാമെന്ന് കരുതിയെന്നും പറഞ്ഞു. അന്നേരം നീ എന്തിനാ കളിയാക്കുന്നതെന്നൊക്കെ രാഘവനാർ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രോഹിത്തിന് മനസ്സിലാകുന്നുണ്ട് ശ്യാമ കളിയാക്കുകയാണെന്ന്. അന്നേരം അച്ഛാ അവരൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം അവരിവിടെ ഇല്ലേ, പിന്നെ എവിടെ പോയി, കുട്ടികളെയും കൊണ്ട് എവിടെ പോയും ചോദിക്കുകയാണ്. അന്നേരം പുതിയൊരു രക്ഷകനെ അവതരിച്ചിട്ടുണ്ടല്ലോ, അവൻ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കാണും എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയെ നീ മിണ്ടാതിരിക്കുക, നിൻ്റെ നാക്കും കൊണ്ട് നിമ്മാതിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഈ ഒന്ന് ഫോൺ ചെയ്തോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അതിന് ഞാൻ നിങ്ങളുടെ കൈ കയറി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അന്നേരം നീ വെള്ളം ഉണ്ടാക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്കറിയാം, നിൻ്റെ വീടാണെന്ന് കരുതി ഞാൻ മിണ്ടായിരിക്കുന്ന കഴുതണ്ട എന്ന് പറയുകയാണ്. നീ അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ആൾക്കാരെ കാണുമ്പോൾ കൊമ്പ് കൂടുതലാണല്ലോ, പിന്നെ അച്ഛനെ പറഞ്ഞുകൂടാ, ചേട്ടത്തിയെ പറഞ്ഞുകൂടാ, ആരെയും പറഞ്ഞു, ഞാനല്ലെങ്കിലും പുറത്താണ് എന്ന് പറയുമ്പോൾ രോഹിത്തിന് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം രോഹിത ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം എടാ മക്കളെ നീ എവിടെ പോകാമെന്ന് ഇങ്ങനെ രാഘവൻ തന്നെ ചോദിക്കുമ്പോൾ അച്ഛൻ ഞാനൊന്ന് ഫോൺ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് നിന്ന് രോഹിത് ഫോൺ ചെയ്യുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. അതേസമയം അവിടെ ശിവനാണെങ്കിൽ കുട്ടികളെയൊക്കെ ഒരുക്കുന്നുണ്ട്. പപ്പി തനിയെ ഷൂ ഒക്കെ ഇടുമ്പോൾ സത്യയുടെ തലയൊക്കെ കെട്ടി ക്ലിപ്പൊക്കെ കുത്തി കൊടുക്കുകയാണ്. അന്നേരം ഇപ്പോഴാണ് 2 പേരും സുന്ദരി കുട്ടികളായതെന്ന് പറയുകയാണ്. അതെന്തേ ശാലിനി 2 പേരെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദാ വരുന്നു എന്നിങ്ങനെ ശാലിനി അകത്തുനിന്ന് വിളിച്ച് പറയുകയാണ്. അന്നേരം നമ്മൾ റെഡിയായി, ഇപ്പോൾ അമ്മയല്ലേ താമസിക്കുന്നത് അങ്ങനെ സത്യം പറയുകയാണ്. അന്നേരം അമ്മ കളക്ടറല്ലേ, അതിൻ്റേതായ ഇതൊക്കെ കാണുമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളും ഒക്കെ വലുതാകുമ്പോൾ അത്രയും ഗമയൊക്കെ കാണിക്കല്ലേ എന്ന് പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട് ഞാൻ കളക്ടറാവും. അന്നേരം സത്യം പറയും ഞാൻ പോലീസാവും, എല്ലാവരും സല്യൂട്ട് അടിക്കുന്ന പോലീസ് എന്ന്. അന്നേരം
കളക്ടറും DGP ഒക്കെ ആവും. അപ്പോൾ രണ്ടുപേരായാലും എനിക്ക് പണിയാണെന്നൊക്കെ ഇങ്ങനെ ശിവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശാലിനി അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ടിഫിനൊക്കെ എടുത്ത് വെച്ചില്ലേ എന്ന് പറഞ്ഞ് അതൊക്കെ ബാഗിലേക്ക് പറക്കി വയ്ക്കുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, ടൈം ടേബിൾ അനുസരിച്ചുള്ള ബുക്കൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അതൊക്കെ സത്യമ്മയുടെ വീട്ടിലല്ലേ എന്ന്, ഒരുപാട് എഴുതാനും ഉണ്ടെന്നൊക്കെ ഇനി പപ്പി പറയുമ്പോൾ അത് പോകുന്ന വഴിക്ക് 2-3 ബുക്ക് വാങ്ങാമെന്ന് പറയുമ്പോൾ അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊന്നും ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ആരെങ്കിലും വിട്ട് എടുപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി ആപ്പയുടെ പ്രാളത്തിലാണ് രാമേട്ടൻ വന്ന് നിൽക്കുകയാണ് ശാലിനിക്ക് പോകാനായിട്ട്. ഈ സമയത്താണ് രോഹിത്താണെങ്കിൽ ഫോൺ ചെയ്യുന്നത്. അന്നേരം എന്താ രോഹിത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ അച്ഛനാണെങ്കിൽ ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ റേഞ്ച് ഇല്ലാത്തതിൻ്റെ ആയിരിക്കും. അച്ഛനാണെങ്കിൽ ഇവിടെ കുട്ടികളെ കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ശ്യാമ ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. അച്ഛനതൊന്നും മനസ്സിലാവുന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഞാനാണെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങോട്ടത്തേക്ക് ഒരു അച്ഛനെ അങ്ങോട്ടത്തേക്ക് വിടാതിരുന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല, ശാലിനി വന്നിട്ട് ഞാൻ പോകത്തുള്ളൂ, ഞാൻ ഇവിടെ കാണുമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ശിവനോട് പറയുകയാണ്, അച്ഛനാണെങ്കിൽ അവിടെ കുട്ടികളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്, ശിവൻ ഇവരെ പിന്നെ സ്കൂളിലേക്ക് ആക്കൂ, ഞാൻ അവിടെ പോയി അച്ഛനെ കാണാമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പോയിക്കോ, അത്യാവശ്യമാണെങ്കിൽ ഞാൻ ഇവരെ സ്കൂളിലാക്കിയേക്കാമെന്ന് പറഞ്ഞ് പറയുകയാണ്. അന്നേരം പെട്ടെന്ന് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്, വണ്ടിയിലേക്ക് കയറാൻ നേരം കുട്ടികൾ ടാറ്റയൊക്കെ പറയുകയാണ്. ശിവൻ ഈ 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി രാഘവൻ നായരുടെ അടുത്തേക്ക് ശാലിനി ചെന്നിട്ട് ഇനി എന്ത് കഥയാണ് പറയുന്നത് എന്നുള്ളതൊക്കെയാണ്. വിഷ്ണു വീണ്ടും രാഘവൻ നായർ ഒരു പിണക്കം തന്നെയാണ് കാണിക്കുന്നത്, അവരില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറില്ല എന്നുള്ളതൊക്കെ, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.